ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയം ആസന്നമായിരിക്കുന്നു. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായി. 2 തിമോത്തിയോസ് 4:6. ഈശോയിലെ സ്നേഹമുള്ളവരെ, ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയായ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ മരണത്തോട് ഏറ്റവും അടുത്ത് എത്തി നിൽക്കുമ്പോൾ കുറിച്ച വാക്കുകളാണിത്. ഞാൻ ബലിയായിട്ട് അർപ്പിക്കപ്പെടുവാനായിട്ട് പോവുകയാണ്. എൻ്റെ വേർപാടിൻ്റെ സമയം സമാഗതമായിരിക്കുന്നുവെന്ന്. പൗലോസ്ലീഹ നിരവധി പ്രേക്ഷിത യാത്രകൾ നടത്തിയിരുന്നു. അതിലെയും ഏറ്റവും അവസാന പ്രേക്ഷിത യാത്രയിൽ വെച്ചാണ് അദ്ദേഹം കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടത്. അങ്ങനെ കാരാഗൃഹത്തിലായിരുന്നു കൊണ്ട് എഴുതിയ തൻ്റെ ഏറ്റവും അവസാനത്തെ ലേഖനമാണ് തിമോത്തിയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം. ഈ ലേഖനം എഴുതിന് ശേഷം പൗലോസ്ലീഹ റോമ നഗര പ്രാന്തപ്രദേശത്തുള്ള ഓസ്റ്റിയൻ പാതയിൽ വെച്ച് രക്തസാക്ഷിത്വം വരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ പൗലോസ്ലീഹായുടെ ഏറ്റവും അവസാന ലേഖനമെന്ന് കരുതപ്പെടുന്ന 2 തിമോത്തിയോസിനെ കുറിച്ചാണ് നമ്മൾ ഈ വചനവിരുന്നിൽ ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ഏറെ പ്രത്യേകിച്ച് ഈ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ നല്ല മരണത്തിന് വേണ്ടി എങ്ങനെ ഒരുങ്ങണമെന്നുള്ള ഒരു മനോഹര സന്ദേശം പൗലോസ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് പക്വതയോടുകൂടി എങ്ങനെ ഒരു നല്ല ക്രിസ്ത്യാനി നല്ല മരണത്തിന് വേണ്ടി ഒരുങ്ങണം, മരണമെന്ന യാഥാർത്ഥ്യത്തെ എങ്ങനെ സമീപിക്കണം, മരണഭയം ഒഴിവാക്കിയിട്ട് ഈ മരണത്തെ തന്നെ എങ്ങനെ കീഴടക്കണം, അല്ലെങ്കിൽ മരണത്തെ മുഖാഭിമുഖം ദർശിക്കുന്ന അവസരത്തിൽ പോലും ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട നല്ല മനോഭാവം എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള മനോഹരമായ വിവരണം, എപ്രകാരമാണ് വിശ്വാസം ക്ഷയിക്കാതെ മരണത്തിൻ്റെ അവസരത്തിൽ പോലും ഒരു സന്ദേശം ഈ സഭയ്ക്കും സമൂഹത്തിനു വേണ്ടി അവശേഷിപ്പിക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിവരണങ്ങൾ 2 തിമോത്തിയോസ് എന്ന ഈ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വചന സന്ദേശം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? പ്രിയമുള്ളവരെ, ഈ ഒരു വചന സന്ദേശം നമ്മൾ ഒരുങ്ങിയിരിക്കുന്നത് എല്ലാ കിടപ്പ് രോഗികൾക്കും വേണ്ടിയിട്ടാണ്. ഈ ഒരു വചന സന്ദേശം നമ്മൾ ശ്രവിക്കുന്നത് എല്ലാ മരണാസന്നരും ഈ വചനം ശ്രവിക്കേണ്ടതുണ്ട്. ഇനി മരണാസന്നരും കിടപ്പ് രോഗികളുമായിട്ടുള്ളവർ മാത്രമല്ല, ഞാൻ ഒരു നാൾ മരിക്കും, നിങ്ങളും ഒരു നാൾ മരിക്കും, ഞാനും നിങ്ങളുമൊക്കെ മരിക്കേണ്ടവരാണ്. അപ്പോൾ ഒരു നാൾ മരിക്കുമെന്ന് ഉറപ്പുള്ള ഞാനും നിങ്ങളുമൊക്കെ ശ്രവിക്കേണ്ടുന്ന ഒരു വചനമാണ് 2 തിമോത്തിയോസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ശ്രവിക്കുവാൻ പോകുന്ന അതിൻ്റെ വിചിന്തനം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഏറ്റവും ആദ്യമായിട്ട് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു രോഗിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തെ കാത്തുകിടക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും മനോഹരമായൊരു മനോഭാവമാണ് പ്രശാന്തത എന്ന്. മനസ്സിൻ്റെ പ്രശാന്തത, അല്ലെങ്കിൽ സ്വച്ഛതയുള്ള ഒരു മനസ്സ്, പ്രശാന്തമായൊരു മനസ്സ്. ഇംഗ്ലീഷിൽ ഈ ഒരു സദ്ഗുണത്തെ സെറിനിറ്റി എന്നാണ് വിളിക്കുന്നത്. വി മസ്റ്റ് ബി സെറീൻ, ശാന്തവും സ്വച്ഛവും സുന്ദരവുമായ ഒരു അവസ്ഥ. പലപ്പോഴും നമ്മൾ മരണത്തെ കാത്തുകിടക്കുമ്പോൾ, അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി പ്രത്യേകിച്ചൊന്നും അങ്ങനെ സമൂഹത്തിനും സഭയ്ക്കും ചെയ്തു കൊടുക്കാനുള്ളൊരവസരത്തിൽ നമുക്ക് എന്തെന്നില്ലാത്ത മാനസിക പിരിമുറുക്കമുണ്ടാകും, എന്തെന്നില്ലാത്ത നിരാശയുണ്ടാകും. പലപ്പോഴും മരണഭയം നമ്മളെ വിടാതെ പിന്തുടരും. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ പൗലോസ്ലീഹ ഈ തിമോത്തിയോസിൻ്റെ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നതാണ്, നമ്മുടെ മനസ്സ് എപ്പോഴും നിർമ്മലമായിരിക്കണം. ഈ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നു, നിർമ്മല മനസാക്ഷിയോടുകൂടി ആയിരിക്കുക. മറ്റൊന്നും അധികം ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല, മറിച്ച് ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ, ക്രിസ്തുവിലുള്ള പ്രത്യാശയിൽ കഴിഞ്ഞുകൂടുക. ദൈവം ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളും. അപ്പോൾ നമ്മുടെ രോഗാവസ്ഥയിൽ, നമ്മൾ രോഗശയ്യയിലായിരിക്കുന്ന അവസരത്തിൽ നമുക്ക് ഏറ്റവും അധികം അത്യന്താപേക്ഷിതമായിട്ടുള്ള ഗുണമാണ് പ്രശാന്തത എന്ന് പറയുന്നത്. മനസ്സിൽ നമ്മൾ ആസ്വദിക്കേണ്ടുന്ന ശാന്തത. രണ്ടാമതായിട്ട് പൗലോസിൻ്റെ ഈ ലേഖനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, പൗലോസ് അപ്പസ്തോലൻ തൻ്റെ മരണത്തെ കാത്തുകിടക്കുന്ന അവസരത്തിലും കാര്യവ്യാപൃതനായിരുന്നു, കാര്യനിരതനായിരുന്നു. നമ്മുടെയൊക്കെ ഒരു ചിന്ത എന്ന് പറയുന്നത്, ഈ മരണം സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മണിക്കൂറുകളിൽ
ഇന്ന് മരിക്കും, നാളെ മരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ പുണ്ണാക്കി കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് കഴിയുന്ന രീതിയിൽ, ഇപ്പോൾ മരണക്കിടക്കയിൽ ആയിരിക്കുന്ന അവസരം ആണെങ്കിൽ പോലും കഴിയുന്ന രീതിയിൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും നമുക്ക് സത്പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് കഴിയണം. പൗലോസ്ലീഹയെ നമ്മൾ നോക്കുക. ഈ ഒരു ലേഖനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. പൗലോസ്ലീഹ കാര്യനിരതനായിരുന്നു. എന്തൊക്കെയോ ചെയ്തുകൊണ്ട്, എന്തിലൊക്കെയോ സ്വന്തം മനസ്സിനെ അയച്ചുകൊണ്ട് ഇങ്ങനെ കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ് ചെയ്യുന്നത്. മരണത്തെക്കുറിച്ച് തെല്ലും ധ്യാനിക്കാതെ തനിക്ക് അവശേഷിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് സന്തുഷ്ടനായിട്ട്, പ്രസന്നവദനായിട്ട്, ശാന്തനായിട്ടാണ് പൗലോസ്ലീഹായെ നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൗലോസ് ഉള്ള ആരോഗ്യം വെച്ച് വചനം പ്രഘോഷിക്കുന്നു, കത്തെഴുതുന്നു, ക്രിസ്തുവിനെ അറിയിക്കുന്നു. ഇനി അത് മാത്രമല്ല, നാളേക്ക് വേണ്ടി താൻ കാണില്ലെന്നറിയാം, താൻ വധിക്കപ്പെടും, താൻ രക്തസാക്ഷിത്വം വഹിക്കും. എന്നാലും താനില്ലാത്ത ഒരു നാളേക്ക് വേണ്ടിയിട്ടുള്ള ഭാവി അദ്ദേഹം ആസൂത്രണം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും തൻ്റെ അരുമ ശിഷ്യനും സ്വന്തം മകനെ എന്ന് വിളിക്കുവാൻ പോലും സ്വാതന്ത്ര്യമുള്ള തിമോത്തിയോസിന് ഈ ലേഖനം എഴുതിക്കൊണ്ട് നാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം പദ്ധതിയിടുന്നു. താൻ മരിച്ചു കഴിഞ്ഞാലും വചനപ്രഘോഷണം അവസാനിക്കരുത്. താൻ മരിച്ചു കഴിഞ്ഞാൽ പോലും യേശുനാമം ഈ ലോകത്തിൻ്റെ എല്ലാ അതിർവരമ്പുകളിലേക്കും പ്രഘോഷിക്കപ്പെടണമെന്ന ഒരു ശാഠ്യബുദ്ധിയോടുകൂടി മരണത്തെ തെല്ലും വകവയ്ക്കാതെ കിട്ടിയ അവസരത്തിൽ പോലും, ആ അവസാന മണിക്കൂറുകളിൽ പോലും പൗലോസ്ലീഹ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു, കാര്യങ്ങളിൽ വ്യാപൃതനായിട്ടിരിക്കുന്നു. ഇനി ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ്ലീഹായുടെ ഏറ്റവും പ്രസിദ്ധമായ ചില പ്രബോധനങ്ങൾ, ദ ബെസ്റ്റ് ടീച്ചിങ്സ് ഓഫ് സെൻറ്റ് പോൾ, അത് നമ്മൾ കാണുന്നത് തിമോത്തിയോസിന് എഴുതിയ ഈ 2-ാമത്തെ ലേഖനത്തിലാണ്. ചില ഉദാഹരണങ്ങൾ. 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പോൾ പൗലോസ്ലീഹ കാരാഗ്രഹത്തിലായിരുന്നു കൊണ്ട് പറയുകയാണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഭീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പൗലോസ്ലീഹായുടെ ഉള്ളിൽ പ്രതിഫലിച്ചിരുന്ന ചില സദ്ഗുണങ്ങളാണ് പൗലോസ് ഈ ലേഖനത്തിലൂടെ കുറിക്കുന്നത്. തൻ്റെ അനുയായികളെ സജ്ജരാക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. ഭീരുത്വം വെടിയുക, വചനം പ്രഘോഷിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട്, സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ഭീരുത്വമല്ല വേണ്ടത്, മറിച്ച് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവിനെയാണ്. അപ്പോൾ ഈ ഒരു പ്രബോധനം നമ്മൾ കാണുന്നത് 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിലാണ്. വീണ്ടും മരണാസന്നനായ പൗലോസ് എഴുതുകയാണ് 3-ാം അധ്യായത്തിൻ്റെ 16-ാം തിരുവചനത്തിൽ തിരുവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ തിരുവചനം എപ്രകാരം ദൈവനിവേശിതമാണ് എന്ന ഒരു തിയോളജിക്കൽ ട്രൂത്ത്, ഒരു ടീച്ചിങ് നമുക്ക് നൽകുന്നത് ഈ വചനത്തിലാണ്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപയോഗിക്കുന്നു. അപ്പോൾ പൗലോസ്ലീഹ തിരുവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചും തിരുവചനത്തിൻ്റെ ഓരോ വാക്കുകളും ദൈവനിവേശിതമാണ്, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള സത്യം പഠിപ്പിക്കുന്നതും കാരാഗ്രഹത്തിൽ വെച്ചുകൊണ്ടാണ്. മനസ്സിലാക്കുക. അപ്പോൾ കാരാഗ്രഹത്തിൽ വെച്ച് മണിക്കൂറുകൾ എണ്ണി കഴിയേണ്ടതിന് പകരം കിട്ടിയ അവസരങ്ങളിലൊക്കെ കാര്യവ്യാപൃതനായിരുന്നു കൊണ്ട് നല്ല നല്ല പ്രബോധനങ്ങളാൽ തൻ്റെ സഹോദരങ്ങളെ, തൻ്റെ അനുയായികളെ, പ്രത്യേകിച്ചും തൻ്റെ അരുമ ശിഷ്യനായ തിമോത്തിയോസിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. വീണ്ടും 2-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ പൗലോസ്ലീഹ തിമോത്തിയോസിനോടും നമ്മൾ ഓരോരുത്തരോടുമായിട്ട് പറയുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളികളായിരിക്കുക. സഹനങ്ങളുണ്ടാകും, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ അതിൻ്റെ മുൻപിലൊന്നും തളർന്നു കൊടുക്കാതെ, തകർന്നു പോകാതെ ഒരു നല്ല ഉത്തമ പടയാളിയായിരിക്കുക. ഈ ഒരു പ്രബോധനവും പൗലോസ്ലീഹ നൽകുന്നത് മരണത്തെ മുഖ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. ഏറ്റവും ഒടുവിൽ നമുക്കെല്ലാം സുപരിചിതമായൊരു വചനമുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനം, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ കാത്തു സംരക്ഷിച്ചു. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ കാരാഗൃഹത്തിലായിരുന്നു കൊണ്ട് ദുഃഖാർത്ഥനായിട്ടല്ല കാണപ്പെടുന്നത്. പല പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടുന്നു, പല പല പുത്തൻ കാര്യങ്ങൾ അദ്ദേഹം പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് തൻ്റെ അനുയായികളെ സജ്ജരാക്കുന്നു. വചന പ്രഘോഷണത്തിന് വേണ്ടിയുള്ള നാളേക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. അങ്ങനെ മരിക്കുവാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന പൗലോസ്ലീഹ ശരിക്കും മരണത്തിന് വേണ്ടിയല്ല തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്, മറിച്ച്
വചന പ്രഘോഷണത്തിന് വേണ്ടി, ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി കൂടുതൽ തൻ്റെ ജനത്തെ സജ്ജരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, പൗലോസിൽ കാണുന്ന ഈ ഒരു ആത്മശക്തി അല്ലെങ്കിൽ ഈ ഒരു കഴിവ് എന്ന് പറയുന്നത് മരണത്തിൻ്റെ മേലും ചിറക് വിരിച്ചു നിൽക്കുന്ന ഒരു ധീരതയാണ്. മരണം പോലും ഇളിഭ്യനായിട്ട് മാറിപ്പോകുന്ന ഒരവസ്ഥ. മരണം ഇങ്ങനെ വാതിൽപ്പടിയിൽ വന്ന് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എപ്പോൾ കടന്നു വരണം. പക്ഷേ പൗലോസിലെ അതിനൊന്നും ഇടം കൊടുക്കുന്നില്ല. തൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ യേശുനാഥൻ്റെ കാര്യത്തിൽ, ദൈവരാജ്യത്തിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാണ്. മരണത്തെ പോലും പരാജയപ്പെടുത്തുന്ന പൗലോസ്ലിഹായിലെ ധീരത അല്ലെങ്കിൽ ആത്മശക്തി, അതാണ് നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അന്ത്യനാളുകളിൽ, അവസാന ദിനങ്ങളിൽ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത്. അപ്പോൾ പൗലോസ്ലിഹ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെയൊക്കെ വ്യക്തിപരമായ മരണമെന്ന് പറയുന്നത് പ്രസക്തമല്ല, എൻ്റെ മരണം പ്രസക്തമല്ല, മറിച്ച് ദൈവരാജ്യം ഏത് വിധേനയും പ്രഘോഷിക്കപ്പെടണം എന്നുള്ള ഒരു തീക്ഷ്ണത, എന്നുള്ളൊരു ദൈവരാജ്യത്തോടുള്ള സ്നേഹം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, പൗലോസ്ലിഹ ഒരുപക്ഷെ യേശുനാഥനിൽ നിന്നുമാണ് ഈ ഒരു ജീവിതശൈലി, പ്രത്യേകിച്ചും മരണാസന്നനായിരിക്കുമ്പോഴുള്ള ജീവിതശൈലി പഠിച്ചെടുക്കുന്നത്. കാരണം യേശുവും കുരിശിലായിരുന്ന അവസരത്തിൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നുണ്ട്. 2 കരങ്ങളിലും ആണി അടിച്ചു വെച്ചിരിക്കുകയാണ്, കാലിലും ആണി അടിച്ചു വെച്ചിരിക്കുക. എങ്കിലും ആ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന അവസരത്തിൽ പോലും നമ്മുടെ പൊന്നു തമ്പുരാൻ പല സത്കൃത്യങ്ങളിലും വ്യാപൃതനാണ്. ഈശോ കുരിശിൽ മൊഴിഞ്ഞ അവസാനത്തെ 7 തിരുവചനങ്ങൾ, അതിലൂടെയൊക്കെ കാണുന്നത് യേശു ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശു മറിയത്തെ കാണുന്നുണ്ട്, മറിയത്തോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, ഭരമേൽപ്പിക്കുന്നു. ശിഷ്യനായ യോഹന്നാനെയും കാണുന്നു, യോഹന്നാനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ ശത്രുക്കളെ കാണുന്നുണ്ട്, അവരോട് ക്ഷമിക്കുന്നു, പിതാവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ കാണുന്നു, ഇനി ഒരാത്മാവിനെ കൂടി നേടുവാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതായെന്ന് വെച്ച് അവനെയും മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ യേശുനാഥൻ്റെ ഈ അവസാനത്തെ 7 തിരുവചനങ്ങളും ഓരോ സത്കൃത്യങ്ങളിലാണ് യേശു അവിടെ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുക. ഏറ്റവും അവസാനത്തെ വചനം, കുരിശിൽ യേശുനാഥൻ മൊഴിഞ്ഞ ഏറ്റവും അവസാനത്തെ വചനം എന്ന് പറയുന്നത് എല്ലാം പൂർത്തിയായി എന്നുള്ള വചനമാണ്. അത് പറയുന്നത് വരെ യേശുനാഥൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മരണമെന്ന യാഥാർത്ഥ്യത്തിന് പോലും തകർക്കുവാൻ കഴിയാത്ത മനോധൈര്യമാണ് യേശുനാഥനിലും പൗലോസ്ലിഹാനും കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മനസാന്നിധ്യം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് പരിചയമുള്ള ഒരു യുവാവുണ്ട്, അദ്ദേഹം ക്യാൻസർ ബാധിതനായിട്ട് മരിച്ചു. നിരവധി വർഷം ക്യാൻസറുമായിട്ട് ജീവിച്ച ആ മകൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ എത്തിയപ്പോൾ ചെയ്തതെന്താണെന്നറിയാമോ? ക്യാൻസർ ബാധിതരായിട്ടുള്ള വ്യക്തികളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ട് അവരെ വിളിച്ച് അവർക്ക് ഏത് രീതിയിൽ ജീവിക്കണം, ഏത് ഭക്ഷണമൊക്കെ കഴിക്കണം, ഏത് മരുന്ന് കഴിക്കണം, ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഉപദേശം നൽകുകയും അവർക്ക് ക്യാൻസറുമായിട്ട് പൊരുത്തപ്പെടുവാനുള്ള ഒരു ചിട്ടയോടുകൂടിയ ഒരു ജീവിത ശൈലി നിർദ്ദേശിക്കുകയും അദ്ദേഹം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒത്തിരിയധികം ആളുകളെ സഹായിച്ചതിന് ശേഷമാണ് ഈ ലോകത്തോട് ബൈ ബൈ പറഞ്ഞ് വിട പറഞ്ഞു പോകുന്നത്. വിശേലേറെ സ്നേഹമുള്ളവരെ, ഇതിനെയാണ് മനോധൈര്യം എന്നൊക്കെ പറയുന്നത്. നമ്മുടെ അവസാന നാളുകളിലും ഈ മണിക്കൂർ എണ്ണി കഴിയേണ്ടതിന് പകരം യേശുവിൻ്റെ പ്രത്യാശയോടുകൂടി ദൈവരാജ്യം പ്രഘോഷിക്കുക. നല്ല ചിരി അല്ലേ, നല്ല സന്തോഷം, പ്രസന്നവദനായിരിക്കുക, നല്ല ഉപദേശങ്ങൾ, നല്ല പ്രാർത്ഥനകൾ, ഇതിലൂടെയൊക്കെയും നമുക്ക് നമ്മുടെ അവസാന നാളുകളിൽ പ്രത്യാശയോടുകൂടി നന്മ പ്രവർത്തിക്കാനും പറയുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ പൗലോസ്ലീഹായുടെ ഈ ഒരു ലേഖനത്തിൽ നിന്നും പൗലോസിൻ്റെ മറ്റൊരു സദ്ഗുണം, പ്രത്യേകിച്ചും അവസാന നാളുകളിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ അനിവാര്യമായിരിക്കുന്ന സദ്ഗുണം എന്ന് പറയുന്നത് കൂടെയുള്ളവരെ പ്രചോദിതരും പ്രത്യാശയുള്ളവരുമാക്കുക. ജീവിത പങ്കാളിയുണ്ടാവാം, മക്കളുണ്ടാവാം, ഒരുപക്ഷെ എൻ്റെ രോഗശൈലിയിൽ ഞാൻ മരണത്തെ മുഖാഭിമുഖം ദർശിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാവാം. എന്തുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയിൽ, ആ അവസരത്തിലൊക്കെയും കൂടെയുള്ളവരെ ശക്തിപ്പെടുത്തുക, ബലപ്പെടുത്തുക. അവരിൽ സഹതാപം കുത്തി നിറയ്ക്കുന്നതിന് പകരം അവരിൽ പ്രത്യാശ പകർന്നു കൊടുക്കുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരെ വീണ്ടും ദുഃഖത്തിലേക്ക് തള്ളിവിടേണ്ടതിന് പകരം അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക, അവർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുകയും ചെയ്യുക. ഈ ലേഖനത്തിൽ പൗലോസ്ലീഹായുടെ മാതൃക എടുത്ത് നോക്കുമ്പോൾ പൗലോസ് ചെറുപ്പക്കാരനായ തൻ്റെ അനുയായി, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ തിമോത്തിയോസിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. തിമോത്തിയോസിനോട് പറയുന്നത്, മകനെ, നിനക്കും നിൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാവും, കഷ്ടപ്പാടുകളുണ്ടാവും, എങ്കിലും നീ ക്രിസ്തുനാഥൻ്റെ ധീര പടയാളിയായിരിക്കുക. എന്നിട്ട് പറയുകയാണ്, പൗലോസ്ലീഹ പറയുന്നു, ലൂക്ക എൻ്റെ കൂടെയുണ്ട്, നീ മാർക്കോസിനെ കൂടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഈ അവസാന നാളുകളിൽ പൗലോസ്ലീഹ
തിമോത്തിയോസിനോട് ചേർന്ന് പദ്ധതി ഒരുക്കുന്നു. എല്ലാം യേശുനാഥനെ പ്രതി, എല്ലാം ദൈവരാജ്യ പ്രഘോഷണത്തെ പ്രതി. പ്രിയമുള്ളവരെ, ഞാൻ ചിന്തിക്കുന്നു വീണ്ടും പൗലോസ്ലീഹ ഈ ഒരു ജീവിത ശൈലി പഠിച്ചതും ക്രിസ്തുനാഥൻ തന്നെയാണ്. കാരണം ക്രിസ്തുനാഥൻ തൻ്റെ പീഡാസഹന വേളയിൽ ഗാഗുൽത്തായിലേക്കുള്ള യാത്രാമധ്യേ തന്നെ ഇങ്ങോട്ടേക്ക് ആശ്വസിപ്പിക്കാൻ വന്ന വ്യക്തികളെയൊക്കെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. സ്ത്രീജനങ്ങൾ, ജെറുസലേമിലെ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ യേശു പറയുന്നു, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്, മറിച്ച് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ ഓർത്താണ് നിങ്ങൾ കണ്ണീർ പൊഴിക്കേണ്ടത്. ഒടുവിൽ കുരിശിലായിരിക്കുന്ന അവസരത്തിൽ പറഞ്ഞു കഴിഞ്ഞു, അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ വരുന്ന തലമുറയ്ക്ക് ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ ചെയ്യാൻ പറ്റിയ ഒരു വലിയ പുണ്യമാണ്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ക്യാൻസർ തന്നെയായിരുന്നു. 45-50 വയസ്സിനിടയ്ക്ക് ക്യാൻസർ ബാധിതനായി. തൻ്റെ അവസാന നാളുകളിൽ പാലിയേറ്റീവ് കെയറിലാണ്, പ്രത്യേകിച്ചും ചെയ്യാനൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയ ഭാര്യ അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുകയാണ്. ഈ പാലിയേറ്റീവ് കെയർ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഒത്തിരിയധികം വിസിറ്റേഴ്സ് വന്നു പോകുന്നു. പക്ഷേ ഇവർ തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ഈ രോഗബാധിതനായ മരണാസന്നനായ ഭർത്താവ് ചെയ്തിരുന്നത് എന്താണെന്നറിയാമോ? തൻ്റെ ഭാര്യയ്ക്ക് കുടുംബം നടത്തേണ്ടത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പ്രത്യേകിച്ച് അവർക്ക് കുറച്ച് കൃഷിത്തോട്ടമൊക്കെയുണ്ട്. ഓരോന്നും കാപ്പിത്തോട്ടത്തിൻ്റെ കാര്യം, അതെങ്ങനെ നനയ്ക്കണം, എന്ത് വളമൊക്കെ ഇടണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. കോഴിത്തോട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. മക്കളെ ഏത് വിധത്തിൽ വളർത്തണം, അവർ വളർന്നു വരുമ്പോൾ ഏതൊക്കെ കോഴ്സ് എടുത്ത് പഠിപ്പിക്കണം, ഇങ്ങനെ ഭാവിയെക്കുറിച്ചുള്ള, കുടുംബത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഈ രോഗബാധിതനായ മരണാസനായ ഭർത്താവും ഭാര്യയും നിരവധി മാസങ്ങൾ അവർ ചെയ്തുകൊണ്ടിരുന്നു. ഒടുവിൽ ഈ മനുഷ്യൻ്റെ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എല്ലാവരും ഒത്തിരി നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും സങ്കടപ്പെടുന്നുമുണ്ട്. പക്ഷേ ഈ ഭാര്യ സമചിത്തതയോടുകൂടി ഒത്തിരിയധികം കണ്ണീരൊന്നും ഒഴുക്കാതെ ആ യാഥാർത്ഥ്യത്തെ, സ്വന്തം ഭർത്താവിൻ്റെ വിരഹത്തെ ആ മകള് ഒത്തിരിയധികം സന്തുലിതയോടുകൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ആ മനുഷ്യൻ സ്വന്തം ഭാര്യയെ തൻ്റെ മരണത്തിന് വേണ്ടി ഒരുക്കി എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ആവശ്യമുള്ളത്, നമ്മുടെയൊക്കെ അവസാന നാളുകൾ കൂടെയുള്ളവരിലേക്ക് സഹതാപം കുത്തി നിറയ്ക്കാതെ പ്രത്യാശയിൽ വളരുവാനായിട്ട് അവർക്കൊത്തിരി സാധ്യതകൾ ഒരുക്കുക എന്നുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റിയൊരു വലിയ പുണ്യമാണ് നമ്മുടെ അവസാന നാളുകളിൽ, അവസാന മണിക്കൂറുകളിൽ. ഇനി പൗലോസ്ലീഹായിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, നമ്മുടെ അവസാന നാളുകളിൽ മരണമിങ്ങനെ എത്തി നിൽക്കുകയാണ്, ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്ക് വേണ്ടുന്ന ഒരു വലിയ കൃപയാണ് സംതൃപ്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആത്മനിർവൃതി എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുതന്നെയാണ് പൗലോസ്ലീഹ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, വിശ്വാസം ഞാൻ കാത്തു. ഈ വചനം നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടും വായിച്ചിട്ടും ധ്യാനിച്ചിട്ടുമുള്ള വചനമാണ്. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി. നമ്മൾ ചിന്തിക്കുന്നത് പൗലോസ്ലീഹ മരണത്തിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു, വലിയ ദുഃഖാർത്ഥനായിരുന്നു എന്നാണ്. അല്ല, പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, ഞാൻ ഒന്നും ഇനി അവശേഷിപ്പിക്കുന്നില്ല. ദൈവം എന്നോട് കൽപ്പിച്ചതും ദൈവം എന്നിൽ നിന്നും ആഗ്രഹിച്ചതും ഞാൻ പൂർണ്ണമായിട്ടും ചെയ്തിട്ടുണ്ട്. വലിയ ആത്മനിർവൃതിയോടെ, വലിയ സംതൃപ്തിയോടെ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന ബോധ്യത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ വിടവാങ്ങുന്നത്. നോക്കുക, പൗലോസ്ലീഹയുടെ ഒരു വലിയ ഒരു സന്തോഷം. മരിക്കുമ്പോൾ പോലും സന്തോഷത്തോടു കൂടി മരിക്കണം കേട്ടോ. അതൊരു വലിയ സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. മരിക്കുമ്പോൾ പോലും ഇനി എന്തൊക്കെയോ ഞാൻ അവശേഷിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ദുഃഖാർത്ഥനായിട്ടല്ല പൗലോസ് മടങ്ങുന്നത്, മറിച്ച് സംതൃപ്തിയോടെ എല്ലാം പൂർത്തിയാക്കി എന്ന ബോധ്യത്തോടു കൂടിയാണ്. പൗലോസ്ലീഹായ്ക്ക് വേണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളെ അവർ ദുഃഖിക്കാമായിരുന്നു. ഒത്തിരിയധികം പ്രേക്ഷിത പര്യടനങ്ങൾ നടത്തിയിട്ടുള്ള പൗലോസിനെ വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എനിക്ക് ഇന്ത്യയിൽ പോയി വചനം പ്രഘോഷിക്കാമായിരുന്നു, അവിടെ പോകാൻ സാധിച്ചില്ല. ചൈനയിലോ ജപ്പാനിലോ ഒക്കെ പോയിട്ട് വചനം പ്രഘോഷിക്കാമായിരുന്നു, അവിടേക്കൊന്നും എത്തിച്ചേരാൻ സാധിച്ചില്ല. എന്നിങ്ങനെ ചെയ്യാൻ സാധിക്കാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് പൗലോസിന് വേണമെങ്കിൽ ഒത്തിരിയധികം ആകുലപ്പെടാമായിരുന്നു. അതൊന്നും പൗലോസ്ലീഹ ചിന്തിക്കുന്നില്ല. ചെയ്തതിനെ ഓർത്ത് സന്തോഷിക്കുന്നു, ആഹ്ലാദിക്കുന്നു, സംതൃപ്തനായിരിക്കുന്നു. ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു എൻ്റെ ഓട്ടമെന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ്, ആത്മനിർവൃതിയോടുകൂടിയാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. വീണ്ടും ഞാൻ ചിന്തിക്കുകയാണ്, പൗലോസ്ലീഹ ഈ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ള വാക്ക് കടമെടുത്തിരിക്കുന്നത് യേശുനാഥനിൽ തന്നെയാണ്. കാരണം യേശുവും കുരിശിൽ കിടന്ന് മൊഴിഞ്ഞ അവസാന വചനം എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ നോക്കുക, പൗലോസ്ലീഹായും യേശുനാഥനും തൻ്റെ അവസാന മണിക്കൂറിൽ പറഞ്ഞ കാര്യം
എല്ലാം എല്ലാം പൂർത്തിയായിരിക്കുന്നു. അപ്പോൾ യേശുനാഥനും സന്തോഷത്തോടു കൂടി തന്നെയാണ് മരിക്കുന്നത്. പിതാവിൻ്റെ ഹിതമനുസരിച്ച് മരിക്കുമ്പോൾ യേശുനാഥന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, എനിക്ക് ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തു കൂട്ടാമായിരുന്നു, പക്ഷെ അതൊന്നും ചെയ്തില്ലല്ലോ. ജെറുസലേമിന് പുറത്തേക്ക് വചനം പ്രഘോഷിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ, എൻ്റെ ശിഷ്യന്മാരെ ഞാനിനി അയച്ചില്ലല്ലോ, പന്തക്കുസ്ത നടന്നിട്ടില്ലല്ലോ. ഇങ്ങനെ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒത്തിരി ടെൻഷൻ അടിക്കേണ്ടതിന് പകരം നടന്നതിനെ ഓർത്ത്, ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിനെ ഓർത്ത് യേശുവും പൗലോസ്ലീഹായും സംതൃപ്തരാണ്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ മരണാസന്നരായ വ്യക്തികൾക്ക് യേശുവിനും പൗലോസിനും ഇല്ലാത്ത ടെൻഷനുണ്ടെന്ന് എനിക്കറിയാം. മക്കളുടെ വിവാഹം നടന്നിട്ടില്ല, ഇനി വിവാഹിതരായ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ടില്ല, ഇനി ചില പ്രായമായവർക്ക് സ്ഥലക്കച്ചവടം നടന്നിട്ടില്ല, സ്ഥലത്തിന് ഉദ്ദേശിച്ച വില കിട്ടുന്നില്ല. ഇങ്ങനെ നിരവധി ആകുലതകളും ടെൻഷനും, മരിക്കാനായിട്ട് കിടക്കുകയാണ്. അപ്പോഴും ചിന്ത സ്ഥലക്കച്ചവടത്തെക്കുറിച്ചൊക്കെയാണ്. ചിലപ്പോഴൊക്കെ വിഷമം തോന്നിക്കും. എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന സംതൃപ്തി, ആത്മനിർവൃതി നമുക്കൊക്കെയും ഉണ്ടായിരിക്കണം. അപ്പോൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സന്തോഷത്തോടു കൂടിയായിരിക്കുക. ചെയ്യാൻ പറ്റാത്തതിനെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം യേശുവിന് അതിനെക്കുറിച്ച് മറ്റ് ചില പദ്ധതികളുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലത്തെ ഓർത്ത് സംതൃപ്തിയോടുകൂടി വേണം നമ്മളും ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുവാനായിട്ട്. ചുരുക്കത്തിൽ ഈശോയും പൗലോസ്ലീഹായും നമ്മളെ പഠിപ്പിക്കുന്നത് മരണം വരിച്ചു പോലും സാക്ഷ്യം നൽകുക എന്നൊരു സത്യമാണ്. അതെ, മരണം വരിച്ചു പോലും സാക്ഷ്യം നൽകുക. യേശുക്രിസ്തു എന്ന സത്യദൈവം ഈ ലോകത്തിന് മുൻപിൽ തുറന്നു വയ്ക്കുന്ന ഒരു നൂതനമായ ആശയമാണ് രക്തസാക്ഷിത്വം എന്നുള്ളത്. അതായത് മരിക്കുമ്പോൾ പോലും ഒരു സന്ദേശം അവശേഷിപ്പിക്കുക. ഞാൻ മരിച്ചു കഴിയുമ്പോൾ 1-2 ദിവസം സ്റ്റാറ്റസ് ഇടുവാനായിട്ട് മാത്രമല്ല ജനമുണ്ടായിരിക്കേണ്ടത്. എൻ്റെ മരണവും എൻ്റെ ജീവിതവും ആഘോഷിക്കപ്പെടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പൗലോസ്ലീഹായിൽ നമ്മൾ നോക്കി പഠിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യേശു ക്രിസ്തുവിൽ നിന്ന് നമ്മൾ കണ്ടു മനസ്സിലാക്കിയാൽ മതി. എപ്പോഴും സന്തോഷത്തോടു കൂടിയായിരിക്കുക, ആത്മനിർവൃതിയോടുകൂടിയായിരിക്കുക. ചെയ്യുവാനായിട്ട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സന്തോഷമുണ്ടായിരിക്കുക. ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തിനും വീണ്ടും കുടുംബാംഗങ്ങൾക്കും വേണ്ടി അവശേഷിപ്പിക്കുക. കുടുംബാംഗങ്ങളിലേക്ക് സഹതാപം കുത്തി നിറയ്ക്കാതെ അവരിൽ ആത്മശക്തിയും സന്തോഷവും നിറച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി വേണം നമ്മൾ ഓരോരുത്തരും ഈ ഭൂമുഖത്ത് നിന്ന് വിടവാങ്ങുവാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, നല്ല മരണത്തിന് വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ എന്ന്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.